ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ചിക്കൻ സുർബിയാൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ 1 കിലോ ബസുമതി റൈസ് 1 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണിത്. ഇനി നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. ഞാനൊരു പോട്ട് എടുത്തിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 8 ഏലക്ക, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, ഒരു 6 ഗ്രാമ്പു, 4 കഷ്ണം ചെറിയ കഷ്ണം മതിയ പട്ട എന്നിവ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഒരു 1/4 വേവാവുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 1/4 വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാർത്ത് വെക്കാം. ഞാനൊരു പോട്ട് എടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 4 വലിയ ഉള്ളിയാണ്, 4 സവാള നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. പകുതി സവാള നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വെക്കാം. പകുതി സവാള നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 കപ്പ് തൈരും കൂടെ ചേർത്തിട്ട് ഒന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം ഇത് അടിച്ചെടുക്കാൻ. എന്നിട്ട് നമുക്ക് ചിക്കൻ എടുക്കാം. ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്ക് അടിച്ചെടുത്ത ഈ മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഉരുളക്കിഴങ്ങും കൂടെ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ പൊട്ടാറ്റോയും കൂടെ ഇതിലേക്ക് ഇങ്ങനെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി പോട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി സുർബിയാൻ ഇവിടെ റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ച റൈസും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും പിന്നെ ഞാൻ കശുവണ്ടിയും മുന്തിരിയും കൂടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് 45 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. അടച്ചിട്ടൊന്ന് ദമ്മിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ സുർബിയാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.